ഹലോ. ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഒറ്റ യൂസിൽ തന്നെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേഷ്യൽ സ്റ്റെപ്പ് അടക്കമുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ വീക്കിലി ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ മുഖത്ത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് ഉറപ്പായിട്ടും കിട്ടുന്ന റിസൾട്ടാണ്. ഇതേപോലെ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം പച്ചപ്പാൽ വേണം. തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പശുവിൻ്റെ പാലാണിത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി തേനിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാമോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ സ്റ്റെപ്പും ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ റിസൾട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഇത് പറ്റുമോ, ഇതിൻ്റെ സ്ഥാനത്ത് അത് പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേന് പാലിൽ മിക്സ് ആവാൻ കുറച്ച് ഒരു ഇതുണ്ടാവും. അപ്പോൾ ഒന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് മുഖത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ മുഖം ആദ്യം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് സർക്കുലർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 1 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നിർത്തരുത്. 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒറ്റ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ സമയം എടുത്തിട്ട് തന്നെ നിങ്ങളിത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി നനച്ചിട്ട് അതൊന്ന് തുടച്ചളിയാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാം, അല്ലെങ്കിൽ ഒന്ന് തുടച്ചളിയാം. ഞാനിവിടെ തുടച്ചളിയാണ് ചെയ്യുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സെയിം പാലും ഇതുണ്ടല്ലോ തേനും, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മുടെ മുഖം സ്ക്രബ് ചെയ്തെടുക്കണം. അപ്പോൾ സ്ക്രബ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തുടച്ചെടുത്ത കൈ ഉണ്ടല്ലോ, അപ്പോൾ മുഖത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ മുഖത്ത് നന്നായിട്ട് ഇതും 2 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ മൊത്തം 4 മിനിറ്റ് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 2 മിനിറ്റ് എന്നുള്ളത് 1 മിനിറ്റ് ആക്കിയിട്ട് 1 സെക്കൻഡ് ആക്കിയിട്ടൊന്നും ചെയ്യരുത്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ ചെയ്യുക. നമ്മൾ ആ ഒരു സമയം എടുത്ത് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് മുഖത്ത് കിട്ടൂ. ഇപ്പോൾ 2 മിനിറ്റ് ഇതും ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിലൊന്ന് കൈ കളയുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഡ്രൈ ആവും ചെയ്യേണ്ട. 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെച്ചാൽ മതി. എന്നിട്ടൊന്ന് കഴുകിക്കളയുക. അതും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പാക്കിന് നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്താണെന്ന് അതിലേക്ക് വേറെ ചോദിക്കാറുണ്ട്. നമ്മൾ ഏത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാലും ഈ മുൾത്താണി മിട്ടി നമുക്ക് കിട്ടും. ഒരു പാക്കറ്റ് വാങ്ങി വെക്കുക എന്നാണെങ്കിൽ നിങ്ങളെ മുഖത്ത് എപ്പോൾ ഇട്ടാൽ ഇത് വെറുതെ മുൾത്താണി മിട്ടി തേച്ചാലും മുഖത്തിന് വളരെ നല്ലതാണ്. മുൾത്താണി മിട്ടി റോസ് വാട്ടർ മാത്രം ആഡ് ചെയ്ത് തേച്ചാൽ ഡെയിലി തേച്ചാൽ നല്ലതാണ് കേട്ടോ. മുൾത്താണി മിട്ടിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതായത് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുൾത്താണി മിട്ടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുൾത്താണി മിട്ടി എന്ന് പറയുന്നത് ഒരുതരം ക്ലേ ആണ് കേട്ടോ. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മുൾത്താണി മിട്ടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് കിട്ടും. ഇത് കിട്ടാത്ത സാധനമൊന്നുമല്ല. ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും അത് അവൈലബിൾ ആണ്. ഒരു പാക്കറ്റ് വാങ്ങി വെച്ചാൽ നിങ്ങൾ ഡെയിലി ഫേസ് പാക്ക് ഇടാൻ ആഗ്രഹിക്കുന്നവർ ഡെയിലി ഇത് റോസ് വാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേച്ചാലും നല്ലതാണ്. അതേപോലെ ഇതിൽ കുറച്ച് കസ്തൂരി മഞ്ഞളിട്ട് തേച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വേറൊന്നും ഇടുന്നില്ല. വെറും മുൾത്താണി മിട്ടിയും പാലും മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് മുഖത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. നമ്മുടെ ഈ മസാജിങ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെത്രത്തോളം നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് തരുന്നുണ്ട്. ആ മസാജിങ്ങിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി കാണിക്കരുത്. കാരണം മസാജിങ് നമ്മുടെ മുഖത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. ഇടയ്ക്കെല്ലാം മുഖം മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മസാജ് ചെയ്യുമ്പോൾ ഒപ്പം ശ്രദ്ധിക്കണം, താഴേന്ന് മേലോട്ടേക്ക് നമ്മൾ സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവും. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നന്നായിട്ട് മുൾത്താണി മിട്ടി ഡ്രൈ ആയിട്ടുണ്ട്.
ഇനി ഇത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ആ കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന ഗ്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷം തോന്നിക്കും. കാരണം നിങ്ങൾ തേക്കുന്നതിൻ്റെ മുന്നേ ഉള്ള മുഖവും പിന്നെ ഈ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മുഖം കഴുകിയെടുക്കുന്ന സമയത്തുള്ള മുഖവും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. കാരണം ഞാനിത് ഏകദേശം ഇടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു ഇതാണിത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു നമുക്ക് പെട്ടെന്നൊരു പാർട്ടിയിലെല്ലാം ചെയ്യാൻ പറ്റിയൊരു പാക്കാണിത്. അപ്പോൾ ഇതൊന്ന് തുടച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ മാസത്തിൽ 4 ആഴ്ചയാണല്ലോ ഉണ്ടാകുക. 4 ആഴ്ച എന്ന് പറയുമ്പോൾ 4 ദിവസം, മാസത്തിൽ 4 ദിവസം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് എൻ്റെ കൈയിൻ്റെ ഡിഫറൻസ് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും ഒരു അടിപൊളി റിസൾട്ട് തന്നെയാണുള്ളത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. അപ്പോൾ ട്രൈ ചെയ്ത് കിട്ടിയ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.